Hi guys, welcome to our cooking video. ഓ അപ്പൊ ഇത് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണേ. എന്തോ അമ്മയ്ക്ക് എന്തോ നോക്കട്ടെ. ഓ ഇതൊക്കെയാണ് അമ്മയ്ക്ക്. മേക്ക് ഫുഡ്, സെറ്റ് ദ ടേബിൾ, ടേക്ക് സം വാട്ടർ, ടേക്ക് സം സ്പൂൺ, കോൾ മോം. മോം എവിടെ നിന്റെ മോമ? ഓക്കെ പിന്നെ രാവിലെ ചെയ്യാൻ എനിക്കൊരു പണി എന്നൊക്കെയാണ്. പണി വേറൊന്നുമല്ല, അവൾ അമ്മയെ ഉറക്കി കിടത്തിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അടുത്ത് എണീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുവാണ്. അമ്മയുടെ അടുത്ത് റൂമിൽ നിന്ന് എഴുന്നേക്കണ്ട, അവിടെ തന്നെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. സൺഡേ ആണ്, സൺഡേ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് എനിക്ക് എന്തായാലും ചെയ്യാൻ നല്ലൊരു പണി തന്നേക്കുവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേറെ ഒന്നുമില്ല, ഇന്നലത്തെ രാത്രിയത്തെ പുട്ടൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂടെ ഒന്ന് എടുത്ത് നമ്മൾ ചെറിയൊരു തക്കിട തരികിട പരിപാടി കാണിച്ച് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഫുഡ് പിന്നെ മുട്ടയൊക്കെ. അതെ, നിന്റെ പ്ലാൻ തന്നെ, എല്ലാം നിന്റെ പ്ലാൻ. ക്രാക്ക് ആയോ? Oh my goodness. നടക്കുമല്ലോ. നടക്കും. അതിന്റെ തൊലിയൊക്കെ. എഗ്ഗ് ക്രാക്ക് ചെയ്യണം. അങ്ങനെ സിയാണ് എഗ്ഗ് ക്രാക്ക് ചെയ്യുന്ന ആള്. അങ്ങനെ സിയ എഗ്ഗ് പൊട്ടിച്ചു. ഞാൻ ഉള്ളി അരിയുന്നു. സംഭവം പരിപാടിയൊന്നുമില്ല, പഴയ മുട്ടൊക്കെ കൂടെ എടുത്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റി മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മളൊരു ചെറിയൊരു കിടിപിടി സെറ്റപ്പാണ് ഉണ്ടാക്കുന്നത്. അല്ലേ സിയ? സംഭവം ഇന്നലെ ഞാനിവിടെ ഒരു തലേ ദിവസം ഇരുന്ന്, ഇന്നലെ അല്ല 2 ദിവസം മുന്നേ, തലേ ദിവസം ഇരുന്ന് ഇടിയപ്പം എടുത്തിട്ട് കറിയൊക്കെ കൂടെ കൂട്ടിക്കൊഴിച്ച് ഇടിയപ്പം മിക്സ് എന്നും പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് സിയ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പഴയ ഫുഡ് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അക്കി ഉണ്ടാക്കുന്നു പറഞ്ഞ് നിൽക്കുന്നു. അതെ അതെ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. എല്ലാം എൻ്റെ തെറ്റാണ്, പോട്ടെ, സാരമില്ല. സോ അങ്ങനെ നമ്മൾ ഉള്ളി അരിഞ്ഞു, മുട്ടയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ആ പുട്ടൊന്ന് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി ഡയറക്റ്റ് പാനിലിടുക. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പുട്ട് ഈ പരുവായിട്ടുണ്ട്. അതിൽ ഉണ്ടായിരുന്ന 2-3 ദോശ ഉണ്ടായിരുന്നതിൽ 2 ദോശയും കൂടെ ഞാനങ്ങ് പൊടിച്ച് ചേർത്തു. പിന്നെ ഒരു ദോശ മാറ്റി വെച്ചിട്ടുണ്ട്, റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച്. കാര്യം സിയ ഇല്ലെങ്കിൽ പട്ടിണി ആയാലും ഇത് പരീക്ഷണം പാളിപ്പോയാലും. പിന്നെ ഇത് കുറച്ച് ഡ്രൈ ആണ്, മൈക്രോവേവിൽ വെച്ചിട്ട് ഇതായിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം കൂടെ നമ്മൾ തളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് മൈക്രോവേവ് ചെയ്യുകയാണ്. ആ പാത്രമൊക്കെ മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നീ ഒന്ന് ദൂരോട്ട് മാറുന്നില്ല സി, ഇനി എങ്ങാനും പൊട്ടിത്തെറിച്ചാലോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ സക്സസ് ആയിരിക്കുകയാണ് ഗൈസ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പുട്ടും ദോശയും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പുട്ട് ദോശ മിക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി നമ്മൾ കുറച്ച് പാനൊന്ന് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടാനായിട്ടുള്ള മസാലകൾ. സിയ ഉള്ളതുകൊണ്ട് തന്നെ സിയക്ക് അധികം എരി നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചില്ലി പൗഡറേ നമ്മൾ എടുത്തുള്ളൂ. പിന്നെ മഞ്ഞപ്പൊടിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കടുകുണ്ട്, ഉപ്പുണ്ട്, ഇതുണ്ട്, എണ്ണയുണ്ട്, പിന്നെ നമ്മുടെ ഉള്ളിയും മുട്ടയും. ആദ്യം നമ്മൾ ഉള്ളിയും മുട്ടയിട്ട് ചെറുതായിട്ട് സെറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കടുക് വറുക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടണമെന്നുണ്ട്. പക്ഷെ കറിവേപ്പില ഇവിടെ ഞാൻ താഴെ പോയി നോക്കിയിട്ട് കണ്ടില്ല, ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കൂല. അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും കറിവേപ്പിലയുടെ ആ ഒരു പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചു. നമ്മൾ കുറച്ച് കടുക് ഇടുന്നു. കടുക് എന്തായാലും കുറച്ച് കൂടുതലാണ് ഇട്ടു. കാര്യം നമുക്ക് കറിവേപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കടുക് കുറച്ച് കൂടുതലിട്ടു. കടുക് പൊട്ടുന്നു. പടപടപടപടന്ന് കടുക് വറ അല്ലേ സി? പൊട്ടുന്നുണ്ടോ? ഉള്ളി ഇട്ട് വയറ്റുകയാണ്. എനിക്ക് ഈ ഉള്ളി എപ്പോഴും ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം, ചോപ്പ് ചെയ്യുന്നതിനേക്കാൾ. കുറച്ച് നമ്മൾ ചില്ലി പൗഡർ ഇടുകയാണ് ഗൈസ്. പറഞ്ഞ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ഇടത്തില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ചില്ലി പൗഡർ. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, അല്ലേ സിയ? ആവശ്യത്തിന്, അനാവശ്യത്തിനാണെന്നാ തോന്നുന്നു എന്തായാലും. ഇനി നമ്മൾ ഇതിന് വീണ്ടും മിക്സ് ചെയ്യാം. ചെറിയൊരു ഇത് കിട്ടിയാണ്, ചെറിയൊരു കളറും ഒരു ഫ്ലേവറും കിട്ടിയാണ്.
ടേസ്റ്റ് നോക്കട്ടെ ചെയ്യാം. തരട്ടെ. ചൂടുണ്ടാന്ന് നോക്കിയിട്ട് എടുക്കും. ചൂടുണ്ടായിരുന്നോ? അത്ര ചൂടൊന്നും ഇല്ല. ഓ പിന്നെ എന്നാലും ഇതെടുക്കും. നാക്കിടെ പാകണ്ട് എടുക്കാറാ. മതി 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 കൈൻ്റെ അടുത്ത്. ഓ പിന്നെ സിയ അത്ര ചൂടൊന്നും ഇല്ല കേട്ടോ, അഭിനയിക്കല്ലേ. പിന്നെ എന്റെ കിച്ചണിലെല്ലാം വാരിയിട്ട് ഇതോ വന്ന് നിൽക്കുന്ന അമ്മ വരരുത്, അമ്മ പോണം. കാണിക്കുന്നത് കണ്ടതൊന്നും കണ്ണ് കൈ അങ്ങ് പൊള്ളിയുന്നു. അമ്മ പറഞ്ഞു വിട്ടോ, അത് കഴിച്ചു. ഓ പിന്നെ പിന്നെ ഇത് കഴിക്കും. ടേസ്റ്റി ആണോ? യമ്മിയാണോ? എന്നോട് വെച്ചിട്ട് നമ്മളെ മുട്ട ഇങ്ങനെ പോയി. സെറ്റായി അടിപൊളിയായി വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ. ഇത് ഇങ്ങനെ കഴിച്ചാലും മതി ഇടയ്ക്ക്. നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടിട്ട് ടേസ്റ്റി നോക്കുമ്പോൾ മിക്സ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തത് ഇന്നത്തെ നമ്മുടെ വിഭവം. അങ്ങനെ അധികം ഡാമേജുകളൊന്നും ഇല്ലാതെ നമ്മുടെ പുട്ട് മിക്സ് റെഡി ആയിരിക്കുകയാണ്. കുറച്ച് ചിക്കനും കൂടെ ഇട്ട് പൊലിപ്പിക്കാമായിരുന്നു അല്ലേ? ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ ഇട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ട് മിക്സ്. ഇനി നമുക്ക് പ്ലേറ്റിലാക്കി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. സെറ്റ് ദ ടേബിൾ. ഓക്കെ, അങ്ങനെ എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ് സിയ. ഇത് ഇവിടെ നമ്മൾ ഫുഡ് നമ്മൾ പ്ലേറ്റ്സിലാക്കിയിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, പിന്നെ ഇത് ഇരിക്കുന്നു. പിന്നെ നമ്മൾ ആ ദോശയും ആ മസാലയും നമ്മൾ മാറ്റി വെച്ചത് ഇരിക്കുന്നു. നമുക്കിതിൽ തക്കാളി ഇല്ലായിരുന്നു, അതിന് പകരം നമ്മളിപ്പോൾ ഇന്നലത്തെ തക്കാളി ചട്നി വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, വെള്ളം ഇരിപ്പുണ്ട് അല്ലേ ചെയ്യാം? ഓക്കെ അമ്മ ഇതൊക്കെയാണല്ലേ സജി? അയ്യോ അയ്യോ കാണാൻ നല്ല രസമുണ്ട്. എന്നാ പിന്നെ കഴിച്ചു നോക്കുക. ഇരിക്കുക. സീക്കുട്ടിയാണ് കുക്ക്, മാസ്റ്റർ ഷെഫ് സീക്കുട്ടി. എന്തൊക്കെയാണെന്ന് പറയാമോ? അതിലെന്തൊക്കെയുണ്ട്? പറ. ഞാൻ ഉണ്ടാക്കി വെച്ച പുട്ട്, മുട്ട, പിന്നെ ഉള്ളി മുട്ടയും കൂടെ ഇട്ടത്, പിന്നെ മഞ്ഞളിട്ട് കാണും, പിന്നെ എന്തുവാടെ എണ്ണ വറുത്ത്. എന്നാ അതിൽ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ച ദോശയും ഉണ്ട്. അതും ഞാൻ ഞരടി ചേർത്തു അതില്. അത് കിട്ടിയില്ലാണ്ടാ. അത്രക്കൊക്കെ കാണുമ്പോഴാണ് അയ്യോ 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 കൊള്ളാം. നൈസല്ലേ? ഞാൻ ഉണ്ടാക്കേണ്ട പറയല്ല, അടിപൊളി. ഇഷ്ടപ്പെട്ടു. സിയക്ക് ഇഷ്ടപ്പെട്ടു. എരിയൊന്നും ഇല്ല. സിയ നല്ല ഹാപ്പി ആയിട്ടൊന്നും കഴിക്കും. അപ്പൊ അക്കിയാണ് ഇനി സീക്കുട്ടി ഫുഡ് രാവിലെ എന്നും പ്രിപ്പയർ ചെയ്യുന്നത്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? പക്ഷെ കുറച്ച് ആക്ച്വലി ഇതില് ചെയ്യുമ്പോ കുറച്ച് കപ്പലണ്ടിയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇതിന്റെ കൂടെ അല്ലേ? കുറച്ച് കപ്പലണ്ടി വറുത്ത്, അല്ലെങ്കിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. പക്ഷെ അത് നല്ലത് കുറച്ച് കപ്പലണ്ടിയുടെ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെയല്ലേ ഉള്ളു. സീക്കുട്ടി താങ്ക് യു സോ മച്ച്. തക്കാളി കൂടെ വേണമായിരുന്നു, അതുകൊണ്ട് തക്കാളി ഇല്ലാതെ നമ്മൾ ഇത്തിരി തക്കാളി ചട്നി ഇന്നലത്തെ ബാക്കി ഇരിപ്പുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ഒരു ശീലമാക്കണ്ട കേട്ടോ ഇത്. അതാ വല്ലപ്പോഴും അടുക്കള കയറിയിട്ട് അതിനൊരു വ്ളോഗും എടുത്തിട്ട്. അതല്ലേ സിയ പറഞ്ഞതുകൊണ്ടല്ലേ സിയ? ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ കുക്കിംഗ് സെഷൻ? ഇഷ്ടപ്പെട്ടോ? അതെ, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ സൺഡേ. സൺഡേ അതെ, അത് എനിക്ക് ഇടയ്ക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്റെ അടുത്ത് വന്നിട്ട്. നീ മുതലെടുക്കുകയാണല്ലേ സജി? ഇല്ല, എനിക്കിതിലൊരു സംശയമുണ്ട്. ഇവർ അമ്മയും മോളും കൂടെ ഉള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്നൊന്നും എനിക്കൊരു സംശയമുണ്ട്. എന്നെ നയിച്ചിട്ട് അമ്മ അറിഞ്ഞില്ല, സീക്കുട്ടിയാ പറഞ്ഞത് ചെയ്യാന്ന്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയല്ല. സീക്കുട്ടി ഞാൻ വിചാരിച്ച ഫ്രിഡ്ജിലിരിക്കുന്ന വല്ലതൊക്കെ ചൂടാക്കി എടുത്തോണ്ട് വരാനായിരിക്കും. നിങ്ങളിങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു. ഇഷ്ടപ്പെട്ടില്ല? ഓക്കെ, അപ്പൊ സിയ താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. ബൈ ബൈ, ടേക്ക് കെയർ.